ലോക ചാപ്റ്റർ 1 ചന്ദ്ര പടം കണ്ടു. ഫസ്റ്റ് തന്നെ പടം കണ്ടാണ്. റിവ്യൂ വരാൻ വൈകിയത് എന്താന്ന് വെച്ചാൽ രാത്രിയിലാണ് ഞാൻ ഷോപ്പിൽ പോയത്. പടം കണ്ടു കഴിഞ്ഞ് വന്ന് റിവ്യൂ സെറ്റ് ചെയ്ത് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് റെക്കോർഡിങ് പകുതി വെച്ച് നിന്നുപോയി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ കർത്താവ്. ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം നസ്ലിനും കല്യാണി പ്രിയദർശനും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, ഇതെങ്ങനെ ഈ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കും? പക്ഷെ ഫസ്റ്റ് ലുക്ക് മാറിയല്ല, ടീസർ വന്നപ്പോ കാര്യങ്ങൾ നേരെ മറിച്ച് മാറി. നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉള്ള നല്ലൊരു ഐറ്റം. മോളിവുഡിൽ ഈ ടൈപ്പ് ഒരു ഐറ്റം ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു തെലുങ്ക് പടം കൽക്കി സിനിമയൊക്കെ പോലെ തന്നെ ഒരു അടിപൊളി മേക്കിംഗ്, വിഷ്വൽ ക്വാളിറ്റി. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഒരു ഫുൾ പോസിറ്റീവ് വരുന്ന ഒരു റിപ്പോർട്ട് ആവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഫാന്റസി ജോണർ, പിന്നെ കല്യാണി പ്രിയദർശന്റെ ആക്ഷൻ സീക്വൻസുകൾ എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫാന്റസി ജോണർ അത് നേരെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ മലയാളികളും പൊട്ടിച്ച് കൈ കൊടുക്കും. അത് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനും ശ്രീകൃഷ്ണപരുന്ത് അതുപോലെ നിസ്സാരം വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പടങ്ങൾ മാത്രമേ ഫാന്റസി ജോണറിൽ നമുക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഗംഭീര റിപ്പോർട്ടാണ് ഞാൻ കേട്ടത്. ഞാൻ ജസ്റ്റ് തിയേറ്റർ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 5000 റിവ്യൂ. Needed. Understand? ഈ സാധനം പറക്കൂടാ. ഡൊമിനിക് അരുണാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഇതിനു മുമ്പ് പുള്ളി ചെയ്ത് ടോവിനോന്ന് വെച്ച് തരംഗം എന്ന ഫിലിമാണ് പുള്ളിയുടെ ഡയറക്ഷനിൽ വന്നിരുന്നത്. പടത്തിൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റം VFX CGI വർക്ക്. നമുക്ക് ഒരു സീനിൽ പോലും അതൊരു അലമ്പായിട്ട് നമുക്ക് എവിടെയും ഫീൽ ചെയ്യില്ല. പിന്നെ പറയാനുള്ളത് ജേക്സ് ബിജോയുടെ ബീജം പടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പടം കാണുമ്പോൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ പറയാനുള്ളത് ആക്ഷൻ സീക്വൻസുകൾ. ആക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശന്റെ ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും നല്ല വെടിപ്പായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു കുഞ്ഞി കൊച്ചിനെ കൊണ്ട് ഒരു ആക്ഷൻ സീൻസ് ചെയ്തിരുന്നു. എന്റെ പൊന്നോ, കിടിലായിട്ട് നമുക്കൊരു കുഞ്ഞു കൊച്ചു ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു അത് എടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വരും. നമുക്ക് ഒരു ഏച്ചു കെട്ടൽ തോന്നും. പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്യാമിയോസ് വരുന്നുണ്ട്. മിക്കവരും മറിഞ്ഞ് കാണും ആരൊക്കെയാണെന്ന്. എന്നാലും ഞാൻ പറയണില്ല. അത് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാതെ എന്ന് കാണുന്നതായിരിക്കും അത് നല്ലത്. പിന്നെ ഈ പടം ഫുൾ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ PXL സ്ക്രീനുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ സാധാ തിയേറ്ററുകളിലാണ് പോകുന്നതെങ്കിൽ സൈഡിൽ 2 ബാറുകളോട് കൂടിയുള്ള പ്രിന്റാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഓണക്കാലത്ത് വിശ്വസിച്ച് പൈസ മുടക്കി കാണാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ലോക.